അയ്യങ്കാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പുതിയ ജോലികൾക്ക് സാധ്യതയും പ്രൊമോഷനും ഒക്കെ കാണുന്നു. അതുപോലെ അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യത കാണുന്നു. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനും നിലവിലെ ബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് വിജയം കൈവരിക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഈ വർഷം പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ ഇഷ്ട ദേവതയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യം വർദ്ധിക്കും. പ്രധാനമായും 2 ഗ്രഹങ്ങളുടെ മാറ്റങ്ങളാണ് ഈ വർഷം ശ്രദ്ധിക്കേണ്ടത്: ശനിയും രാഹുകേതുക്കളും. ശനി 2026 മിക്കവാറും സമയത്ത് നിങ്ങളുടെ സഹായ സ്ഥാനത്ത് തുടരും. ഇത് തൊഴിൽ സ്ഥിരതയും കഠിനാധ്വാനത്തിനുള്ള ഫലവും നൽകും. എന്നാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും കാലതാമസവും ഒക്കെ ഇടയുണ്ടാക്കും. രാഹു കർമ്മസ്ഥാനത്തും കേതു 10ാം ഭാവത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ഇത് തൊഴിലിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും ചില തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾക്കും സാധ്യത സൃഷ്ടിക്കും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങളും ലഭിക്കും. പ്രത്യേകിച്ചും അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. എങ്കിലും വർഷാവസാനത്തോടെ ചെലവുകൾ വർദ്ധിക്കാനും സാധ്യതയുള്ളതായി പറയുന്നുമുണ്ട്. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കണം. പ്രണയബന്ധങ്ങൾക്ക് ഈ വർഷം വളരെ അനുകൂലമായാണ് കാണുന്നത്. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷകരമായ വിവാഹ ബന്ധത്തിന് സാധ്യതയുമുണ്ട്. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായും വരും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷമുണ്ടായിരിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ സൂക്ഷ്മതയും ചിട്ടയായ ജീവിത രീതികളും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ശനിയാഴ്ചകളിലും ശനീശ്വര ക്ഷേത്രങ്ങളിൽ എള്ളുതിരി കത്തിച്ച് സാധിക്കുമെങ്കിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുക. എല്ലാ ദിവസവും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്